പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പിക്ക് ഇത്തവണ കേവല ഭൂരിപക്ഷം നഷ്ടമായെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിക്കൊണ്ട് ഭരണം പിടിക്കാമെന്നുള്ളൊരു നീക്കത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ലക്ഷ്യത്തിലാണ് ബി.ജെ.പി ഉള്ളത്. പക്ഷേ എൽ.ഡി.എഫും യു.ഡി.എഫും ചേർന്ന് ഒരു ജനാധിപത്യ മതേതര മുന്നണി ഉണ്ടാക്കി ബി.ജെ.പിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും ഈ സമയത്ത് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള എൻ ശിവരാജൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണ ബി.ജെ.പി അധികാരത്തിൽ എത്താതിരിക്കാൻ വേണ്ടി ഒരു ജനാധിപത്യ മതേതര മുന്നണി ഉണ്ടാക്കാനാണ് എൽ.ഡി.എഫും യു.ഡി.എഫും കൂടി ഇപ്പോൾ ശ്രമം നടത്തുന്നതെന്ന് മനസ്സിലാക്കും. ജനാധിപത്യ മതേതര മുന്നണി ഒടുക്കത്തെ മുന്നണി അവരുടെ രണ്ടാളും മുങ്ങിച്ചാകും. ഒന്ന് കൽപ്പാത്തിപ്പുഴയിലും ഒന്ന് യാക്കരപ്പുഴയിലും. യാക്കരപ്പുഴയിൽ ഇടതുപക്ഷവും കൽപ്പാത്തിപ്പുഴയിൽ യു.ഡി.എഫും മുങ്ങിച്ചാകും. അതുണ്ടാക്കിയ സംശയമൊന്നും വേണ്ട. ഞങ്ങൾക്കെതിരെ മതേതര ജനാധിപത്യ മുന്നണി. അപ്പോൾ അവർ ഇന്ത്യ സഖ്യം പോയി, പിന്നെ എല്ലാം പോയി. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മതേതര മുന്നണി ആരാ പറയണത്? ആരാ അത് പറയണത്? എൽ.ഡി.എഫ് യു.ഡി.എഫ് അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അവർ എവിടെയോ കടത്തോട്ടെ, ഞങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾ എന്നെ അടുത്ത 5 കൊല്ലത്തേക്കുള്ള മാൻഡേറ്റ് ഞങ്ങളുടെ കയ്യിലാണ്. ഞങ്ങളെ വഹിക്കാനാണ് പാലക്കാട് ജനതയ്ക്ക്. ഞങ്ങൾക്ക് അത് തരാൻ ജനാധിപത്യപരമായി കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്നെ ഭരിക്കും. ഞങ്ങളെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഏത് രീതിയിൽ പിന്നെ ഭരിക്കാൻ കഴിയുന്നു? ഞങ്ങൾ അടുത്ത 2030 വരെ ബി.ജെ.പിയുടെ ഭരണമായിരിക്കും ഇവിടെ. അവരെ ഒരുമിച്ച് നിന്നാൽ പിന്നെ ബി.ജെ.പിക്ക് ഭരിക്കാൻ കഴിയില്ലല്ലോ. എവിടെ ഒരുമിക്കട്ടെ? ആദ്യം ഒരുമിക്കാൻ വെല്ലുവിളിക്കുകയാണ്. യു.ഡി.എഫും എൽ.ഡി.എഫും ബി.ജെ.പിക്ക് ഒരുമിക്കട്ടെ. ഞങ്ങൾക്ക് വേറെ ആയുധം വേണ്ടേ? അവർ ഒരുമിക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഒരുമിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒരു ആയുധമാക്കുമെന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാ വരിക? ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ 16 സീറ്റ് ബി.ജെ.പി ജയിക്കും. പാലക്കാടും ജയിക്കും. പാലക്കാട് മലമ്പുഴയും ജയിക്കും, പാലക്കാടും ജയിക്കും. ചിലപ്പോൾ ഒറ്റപ്പാലം കടന്നു വരും. ഇതൊക്കെ തിരഞ്ഞെടുപ്പ് ഓരോ ഇതാണ്. ഞങ്ങൾ കടന്നു വരും. പാലക്കാട് ഷുവറായിട്ട് ഞങ്ങൾ വരും. അഥവാ ഇവിടെ ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഭരണം നഷ്ടമായാൽ പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ടൊരു മുന്നേറ്റം നടത്തുമോ? ഞങ്ങൾ പോരാട്ടം നടത്തും. പ്രതിപക്ഷത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളാണ് ഏറ്റവും വലിയ പാർട്ടി. ഞങ്ങൾക്ക് എങ്ങനെ ഭരിക്കണമെന്ന് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് അറിയാം. അവരവിടെ ഭരിച്ചോളും. ഞങ്ങളുടെ പുലിക്കുട്ടികളാണ് 25 അതിനകത്തുണ്ട്. മറ്റേത് നായ്ക്കുട്ടികളാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 100% പാലക്കാട് ഭരിക്കും. നായ്ക്കുട്ടികളെന്ന് പറയുന്നത് ഒരു അധിക്ഷേപം കൂടിയല്ലേ? അധിക്ഷേപം നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ. ഞങ്ങളെ പറയുമ്പോൾ ഒന്നുമില്ല. ഞങ്ങൾ പുലിക്കുട്ടികളാണ്. ഇതല്ലേ? അവർ ഭരിക്കട്ടെ. അയ്യോ, ഒരുമിച്ച് ഭരിച്ചോട്ടെ. ഒരു കുഴപ്പമില്ല. മീഡിയ ഉണ്ടെങ്കിൽ ഞങ്ങളെ പുറത്ത് നിർത്തണം. അത്രയല്ലോ, അത് നടക്കില്ല. റിപ്പോർട്ടറാണിത്. റിപ്പോർട്ടറും മീഡിയാവനൊക്കെ ഒരേ തന്നെ. റിപ്പോർട്ടർ ഞങ്ങളെ മുക്കിക്കൊല്ലണം. മീഡിയ അവിടെ ഞങ്ങളെ പുറത്ത്. വസ്തുത മാത്രമല്ലേ പറയുന്നത്? വസ്തുതയൊക്കെ അറിയും, എല്ലാവരും അറിയും. നിങ്ങൾ വസ്തുത ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ നിങ്ങൾ വിടുന്നില്ല, ഇത്രയും വലിയ നേതാവിനെ. എന്നിട്ട് വേണ്ടേ? അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു അജണ്ടയുണ്ട്. ഈ അജണ്ട രേഖകൾ വെച്ച് സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടിങ് മാത്രമല്ല. എന്ത് രേഖ? നിങ്ങളിൽ എന്ത് രേഖയുള്ളത്? എന്ത് ജനാധിപത്യ മതേതര മുന്നണി ഉണ്ടാക്കിയ രേഖ കൊണ്ടാ? ഒന്നും കൊണ്ടാ? ഒരു മുന്നണി ഉണ്ടാക്കുന്നതാണ് പാലക്കാട് എം പി തന്നെ അങ്ങനെയാണ് പ്രതികരിച്ചത്. എം പി അങ്ങനെ പ്രതികരിച്ചത് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാം. എംപിയുടെ വെക്കാലത്ത് മുന്നണി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു ബുദ്ധിമുട്ട് നോക്കില്ല. ഏത് മതേതരത്വം? ആരാ പറയുന്നത് മതേതരത്വം മുന്നണി? ആരാ പറയുന്നത്? എം പിയോ? എം പി പരസ്യമായിട്ടൊന്ന് പറയാൻ കാരണം CPM-ൻ്റെ അഖിലേന്ത്യാ എൻ്റെ പോളിറ്റ് ബ്യൂറോ ആ മെമ്പറിനെ തോൽപ്പിച്ച എം പി CPM-ആയിട്ട് യോജിക്കുക. കാരണം അയാൾക്ക് വേറെ പണിയില്ലേ? യോജിച്ചാൽ തന്നെ ഇവർക്ക് നഷ്ടമുണ്ടാവും എന്നുള്ളതാണ്. കോൺഗ്രസ് അപ്രസക്തമാകും പാലക്കാട്. ഇതാണ് എൻ ശിവരാജന്റെ പ്രതികരണം എന്ന് പറയുന്നത്. ബി.ജെ.പിയെ താഴെ ഇറക്കാൻ വേണ്ടി എൽ.ഡി.എഫും യു.ഡി.എഫും ഒരുമിച്ച് നിന്നാൽ അത് പിന്നീട് എൽ.ഡി.എഫിനും യു.ഡി.എഫിനും വലിയ രീതിയിൽ ഒരു നഷ്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കുമെന്നുള്ളതാണ് എൻ ശിവരാജൻ പ്രതികരിക്കുന്നത്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.